കണ്ടില്ലേ, അവൾ അവളുടെ ഭർത്താവ് ബാബുവിനെ വിളിച്ചപ്പോൾ എത്ര ബാബുമാരാണ് അവിടെ ഓടിയെത്തിയെന്ന്. ഒന്നാം ഭാഗം ബാബുവിന് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന്, സ്നേഹത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ടാം ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കും. 500 ചോദിക്കല്ലേ? എടാ 1000 ചോദിച്ചാലേ 500 കിട്ടൂ. മാസാവസാനാടാ. എത്ര നേരം കിടന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ ഒരു പണിയുണ്ടോ? ഒരു ജോലി തിരക്ക് ഒരു 1000. പൈസ ജോർജ് സാറിന് ഒരു 1000 കൊച്ചി മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ജോലി ശരിയാക്കി തരാൻ നോക്കില്ല. ശമ്പളം കിട്ടിയില്ലേടാ. ഓ നോക്ക്, നീ തന്നെ നോക്കുന്നുണ്ടാവും. ഇന്ന് നോക്കി ഇനി എന്നോട് ചോദിച്ചേക്കാം. ഇനി ചോദിക്കണ്ട. ഇത് ലാസ്റ്റാണേ. ഇനി ജോലിക്ക് പോകാം. ജോലിക്ക് വന്നാൽ ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ലാസ്റ്റാണ്. ആ പാവം പെണ്ണ് പണിയെടുത്ത പൈസ കൂട്ടുകാരനോടൊപ്പം വന്ന് തട്ടിയെടുത്ത് കള്ളു കുടിക്കാൻ കൊണ്ടുപോകുന്ന രഞ്ജിത്ത് ബാബു. രഞ്ജിത്ത് കുളക്കടവിൽ വന്ന് നോക്കുന്ന കാര്യം എന്താണേലും മെമ്പർ ബാബുക്കുട്ടൻ സാറിനോട് ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ കുളിക്കാൻ പോകുന്ന വന്നോ. ചേച്ചി വരുന്നുണ്ടോ? പോകാം. ചേച്ചി ഇതൊന്ന് പിടിച്ചേ. എടി, നീ എന്നേടെ വിളിച്ചിട്ട് പോവായിരുന്നത്? എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ അവൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് അവിടെ ചെന്നപ്പോണ്ടല്ല, അവൻ്റെ അന്ന് രാത്രി തന്നെ എടി ശാന്ത് കതുക് തുറക്കടിന്ന് വിളിക്കും. ഞാൻ അന്ന് രാത്രി തന്നെ ഉണ്ടല്ലോ കൊടുവാളെടുത്ത് അവനെ അടിച്ച് ഓടിച്ചതാണ് ഞാനന്ന്. ഓക്കെ, അത് കിട്ടുമ്പോ മനസ്സിലാവും കേട്ടോ. ഞങ്ങൾക്ക് ആടി പോകാം. ഒരു ചെറിയ ഊള കാണിച്ച കുഴപ്പം. ഈ വലിയ ഊളയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? സാറേ എന്ത് പറയുന്നു? സാറേ ഇവന്റെ ജോലി പോയി സാറേ. പിന്നെ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ഇപ്പൊ 2 വർഷം ജോലിക്ക് പോയില്ല. അപ്പൊ ആ ജോലിയൊക്കെ പോയി ഇപ്പൊ അവനാകെ വിഷമത്തിലാണ് ഇപ്പൊ വന്നേക്കണത്. ഞാനാണെങ്കി എന്റെ സ്വർണ്ണൊക്കെ കൊടുത്തല്ലേ സാറേ ഞാൻ വിട്ടത് ഇവന്. ഇപ്പൊ ആകെ വിഷമത്തിലാണ്. കട ബാധ്യതയാണ് തീർത്തിട്ടില്ല. അച്ഛനമ്മ ഇല്ലാണ്ട് ഇവന് എന്റെ മോനെ പോലെയല്ലേ ഞാൻ വളർത്തത്. ഇപ്പൊ ആകെ വിഷമത്തിലാണ് ഇപ്പൊ അവനാണെങ്കിലും. ഗൾഫിൽ നിന്ന് വന്നിട്ട് പാവങ്ങൾക്കൊക്കെ സഹായം ചെയ്തിട്ട് അതൊന്നും ദൈവം കാണുന്നില്ല. എന്റെ ജോലി പോയി ആ കഷ്ടപ്പാടിലാണ് ഞാനിപ്പോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ആരാടാ പറഞ്ഞ ദൈവമില്ലാന്ന്? ആരാ പറഞ്ഞ നിന്നോട് ദൈവമില്ലാന്ന്? എൻ്റെ ഒരു കൂട്ടുകാരനെ UK എന്നൊരു വിസ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അത് നിനക്കല്ലാണ്ട് ഞാൻ വേറെ ആൾക്ക് കൊടുക്കാനാ. മനസ്സിലായോ? നിന്റെ ജോലി പോയത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി. മോനെ ഇപ്പൊ എങ്ങനെയുണ്ടടാ? നമുക്ക് ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ? ഇപ്പൊ നീ 2 വർഷം കൊണ്ട് നിനക്ക് വല്ല കടവും വിട്ടാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ എല്ലാം നടന്നില്ലടാ മോനെ കട. അപ്പൊ അത് ജോലി പോയത് നിനക്ക് നന്മയ്ക്ക് വേണ്ടിയാടാ കൊച്ചെ. ഇപ്പൊ എന്തായാലും സാറായിട്ടൊരു നല്ലൊരു ജോലി നിനക്ക് കിട്ടണില്ലേ? എനിക്കിപ്പോഴാണ് സമാധാനമായത്. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എടാ, നന്ദി എന്നോടല്ല പറയണ്ടേ, ദൈവത്തോടാ പറയണ്ടേ. ശരി സാറേ.
ചേച്ചി? എനിക്ക് 2 മക്കളാ, ഒരു പെണ്ണും ഒരാണുവാ. അവ എന്നെ കൊണ്ടുവന്ന് ഈ അമ്പലത്തിന്റെ വാതിക്കെ കൊണ്ട് വിട്ടേച്ച് പോയി മക്കളെ. മൂത്ത മൂക്കാണെങ്കിൽ എന്നെ കണ്ടുകൂടാ. ഒരു മകൻ കല്യാണം കഴിച്ചു. അവൻ്റെ പെണ്ണും പിള്ളയ്ക്കാണെങ്കിൽ എന്നോട് ഇഷ്ടമല്ല മക്കളെ. ആണെങ്കിൽ ഡ്രൈവറായിരുന്നു. അയാളുടെ പൈസ കൊണ്ട് മക്കളെയൊക്കെ കെട്ടിച്ചു. പക്ഷെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ മക്കളെ. എനിക്ക് വയ്യെന്ന് പോയിട്ട് മക്കളെ 2 ദിവസമായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് തന്നെ. വെള്ളം വേണോ? എന്നെ വേണ്ടേ? അമ്മയ്ക്ക് എന്നെ വേണ്ടേ? അടിക്കണ്ട, അമ്മയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോ അല്ലേ? നല്ല കാര്യം ചേട്ടാ, നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് അമ്മയില്ലല്ലോ. എന്താ മക്കളെ, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മടുക്കത്തില്ലേ? ഇല്ല അമ്മേ, എൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായത്. ഞാൻ അമ്മനെ നല്ല പോലെ കൊണ്ടുവരുന്നത്. ഒരു ചേച്ചി വരുന്നു. ചേച്ചി വെള്ളമുണ്ടോ? ഉണ്ടല്ലോ. എന്ത് പറ്റി? അമ്മയ്ക്ക് വീട്ടിൽ പോകാൻ അറിഞ്ഞൂടെ? എൻ്റെ മോളെ, വീട്ടിൽ പോകാനൊക്കെ എനിക്കറിയാം. അവർക്ക് എന്നെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നെ ഇവിടെ കൊണ്ടിട്ടേച്ച് പോയത്. ഞാനിവിടെ കിടന്ന് മരിച്ചാലും ഞാനിനി പോവില്ല മോളെ, പോവില്ല. അമ്മ ഇവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാൽ മതി. വേറെന്താണ്? ബാബു. നല്ല കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ ചെയ്യില്ല. അതെ ചേട്ടാ, നമുക്ക് ഈ അമ്മയെ കൊണ്ടുപോകാം. ഈ അമ്മയെ കൊണ്ടുപോയത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും വരില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇതാണടാ ബാബു.